ഹലോ ഫ്രണ്ട്സ്, ബില്ലോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മളൊരു ഷോർട്ടായിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ പമ്പാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. BTC ഏകദേശം $100K അടുത്ത് വരെ എത്തി. അങ്ങനെ ഒരു $99,800 ചെറിയൊരു ഡംപ് വന്നിട്ട് ഇപ്പോൾ ഒരു 97-96 ആ ഒരു റേഞ്ചിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ BTC പമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി നമ്മുടെ ഓൾഡ് കോയിൻസ് ആണ് പമ്പാകാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾഡ് സീസൺ കമ്മിങ് കൊണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് നോക്കാം, നമ്മുടെ പോള്, അതേപോലെ തന്നെ XRP, ഡോജി, ഇങ്ങനത്തെ കുറേ കോയിൻസ് നല്ല രീതിക്ക് പമ്പാകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം BTC പമ്പാകുന്ന ടൈമിൽ പമ്പാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു പമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് നമ്മളിപ്പോൾ തരാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ പൈൻ്റെ പ്രൈസാണ്. അപ്പോൾ പൈൻ്റെ പ്രൈസ് ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ പമ്പായിട്ടുണ്ട്. ഏകദേശം 72-73 റുപ്പീസ് വരെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓൺ ദ സ്പോട്ടിൽ തന്നെ INR ആണെന്നുണ്ടെങ്കിൽ INR അല്ലെങ്കിൽ USDT ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് പയ്യും കൂടെ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം ഈ ഒരു പ്രൈസിന് എത്ര കാലം വരെ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ എപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഡംപാളുള്ളൊരു പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലത്തെ എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മിനിമം നമ്മളൊരു 30 പൈ വരെ നമ്മൾ എടുക്കുന്നുണ്ട്. ആ ഒരു പൈ തൊട്ടിട്ട് നമ്മൾ സെല് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. @bitcoin എന്നുള്ള ഈ ഒരു ചാനൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഈ ആദ്യം നമ്മൾ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് നമ്മുടെ ടെലിഗ്രാം മൈനിങ്ങിൻ്റെ കുറച്ച് അപ്ഡേറ്റ് പറഞ്ഞുതരാം. അപ്പോൾ കുറേ മൈനിങ് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇപ്പോഴും ചെയ്യും. നമ്മുടെ മിമിഫൈ ടോക്കണും അതേപോലെ തന്നെ ടോം മാർക്കറ്റും നമുക്ക് ഈ ഒരു മന്ത് തന്നെ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മിമിഫൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിമിഫൈയിൽ എയർ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് എമൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ നമുക്കിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു OKX വാലറ്റ് മൊത്തം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ബട്ട് ഈ ഒരു OKX വാലറ്റ് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആണ്. അവരുടെ ട്രാൻസാക്ഷൻ ടാക്സിൻ്റെയും അതേപോലെ തന്നെ ഈ ഫണ്ട് കൊടുക്കാനുള്ള അതിൻ്റെ ഇഷ്യൂസ് കാരണം നമ്മുടെ ഗവൺമെൻറ് ബൈനാൻസ് ഒക്കെ പ്ലേ സ്റ്റോറിന് ആപ്പ് സ്റ്റോറിനൊക്കെ റിമൂവ് ചെയ്ത പോലെ ഇപ്പോൾ OKXനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ OKX അൺറെസ്ട്രിക്റ്റഡ് കൺട്രി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു എക്സ്ചേഞ്ചിലൂടെ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മൈനിങ് സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ചെയ്യാം. നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടും. ഇനിയിപ്പോൾ കേസ് നമ്മൾ നേരെ നമ്മുടെ ബൈനാൻസിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈനാൻസിൽ ഇപ്പോൾ കറൻ്റ് നമ്മുടെ BTC നോക്കുകയാണെന്നുണ്ടെങ്കിൽ $97,200 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്ക് ഒരു പമ്പിങ് ആയിരുന്നു. നമുക്ക് ജസ്റ്റ് വൺ ഡേ എടുത്ത് നോക്കിയാൽ തന്നെ ആ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാസ്റ്റ് ഒരു 1 മന്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പമ്പിങ് ആണ് നമുക്ക് നവംബർ തൊട്ടിട്ട് തന്നെ വരാൻ വേണ്ടി തുടങ്ങിയത്. നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ്. കാരണം ഈ ഒരു US ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ട്രംപ് എലക്റ്റായി വിന്നായിട്ട് ആ ഒരു ടൈം തൊട്ടിട്ടായിരുന്നു നല്ല രീതിക്ക് കയറാൻ തുടങ്ങിയത്. കാരണം ട്രംപ് അത്യാവശ്യം ക്രിപ്റ്റോസിനെയും കാര്യങ്ങളൊക്കെ നല്ല പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. എലൻ മസ്കും കാര്യങ്ങളൊക്കെ ഇവർ ഫണ്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കുറച്ച് യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഡോജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതൊരു കോയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പമ്പായി. അപ്പോൾ നമ്മൾ മെയിൻലി ഈ ഒരു വീഡിയോയിലൂടെ മീൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും പമ്പാകാത്ത ബട്ട് ഫ്യൂച്ചറിൽ നല്ല രീതിക്ക് നമുക്ക് പ്രോഫിറ്റ് എടുക്കുന്ന കുറച്ച് കോയിൻസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം BTC ഇനിയിപ്പോൾ നമുക്ക് എൻ്റർ ചെയ്തിട്ടും ഇപ്പോൾ പുതിയ ഒരാളാണ് എൻ്റർ ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. ബട്ട് നമുക്ക് എത്തീരിയത്തിൽ അപ്പോൾ എത്തീരിയം നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ BTCയുടെ ഒരു 1 വീക്ക് ഗ്രാഫ് എടുത്ത് കാണിച്ചു തരാം. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ BTCയുടെ 1 വീക്ക് ഗ്രാഫ്. കണ്ടിന്യൂ ഈ ഒരു $15,000 ലോ ഡംപ്, ആ ഒരു ഡംപ് തൊട്ടിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പമ്പിങ് മാത്രമാണ് നമുക്ക് കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് നല്ല രീതിക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ബട്ട് നമ്മൾ ഈ ഒരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ 1 വീക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കാം, ഓൾ ടൈം ഹൈ $4,868 ആണ്. അതിന് ഈ ഒരു $881 വരെ പോയി പമ്പായിട്ടുണ്ട്. ഒരു പമ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു BTCയിൽ കണ്ട പോലത്തെ ഒരു പമ്പ് നമുക്ക് ഈ ഒരു എത്തീരിയത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു എത്തീരിയത്തിൽ അതെന്തായാലും വരുന്ന ടൈമിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് എടുക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ഫ്യൂച്ചറിൽ ഒരു 2x ഞാൻ ജസ്റ്റ് കാണിച്ചത് നിങ്ങൾക്ക്. അപ്പോൾ ഇത് എൻ്റെ ഫ്യൂച്ചറാണ്. ഞാൻ ജസ്റ്റ് ഫ്യൂച്ചറിൽ ഒരു $20 നമ്മൾ 3171 എൻട്രി എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ലോങ് ടേം 3000 തൊട്ടിട്ടേ നോക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എൻട്രി എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് 3100 എൻട്രി എടുത്ത് ഇപ്പോൾ കറൻ്റ്ലി 3300 അബോവ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഡംപാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു $10 കൂടെ കോമ്പൗണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് വരും. എനിക്ക് ഏകദേശം ഒരു പ്രോഫിറ്റ് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 4000 എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു റേഞ്ച് എത്തുന്ന സമയത്ത് നമുക്ക് സെല്ലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു മെത്തേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ സ്പോട്ടിൽ ബൈ ചെയ്തിടാം. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഡോജിയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. നല്ല രീതിക്ക് തന്നെ ഒരു പമ്പ് നമുക്ക് വന്നു. നല്ല പമ്പ് പറഞ്ഞാൽ നല്ല രീതിക്ക് പമ്പ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു.
ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു US ഇലക്ഷൻ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് കിട്ടിയപ്പോൾ തൊട്ടിട്ട് നല്ല രീതിക്ക് പമ്പാണ് ഈ ഒരു ടോക്കൺസിലൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ സോള് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. സോളിൽ എൻട്രി എടുക്കാനല്ല പറയുന്നത്, പക്ഷെ നമുക്ക് സോളിൻ്റെ ഒരു ഡാറ്റ കാണിച്ചു തരാം. ഓക്കെ, $247. ഓക്കെ ഗൈസ്, $247 1 വീക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം $8 വരാം. മാർക്കറ്റ് ഡംപിൽ ഏകദേശം $8 നിങ്ങൾക്ക് നോക്കാം. $8 വരെ ഡംപായി പോയൊരു ടോക്കാണ്. ഓൾ ടൈം ഹൈ ബ്രേക്ക് $264 വരെ പമ്പ് ചെയ്ത് പോയി. $8 തൊട്ടിട്ട് 247. ആ ഒരു പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 700 രൂപ പോയിട്ട് ഇപ്പോൾ ഏകദേശം 21,000 രൂപയിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നൊരു 100 കോയിൻ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു 70,000 വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോടീശ്വരന്മാരാണ്. അപ്പോൾ അങ്ങനെ അത് ഫ്യൂച്ചറാണ്. നമ്മൾ ആ ഒരു ടൈമിൽ കുറേ പേരൊക്കെ കുറേ കോമ്പൗണ്ട് ചെയ്തു, കുറേ പേര് പാനിക് സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കും ആൾക്കാരുടെ അതിൽ നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ കറൻ്റ്ലി നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി നമുക്ക് ഈ ഒരു സോൾ പോലെ കയറാൻ പറ്റുന്ന ഒരു ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോണാണ്. ഓക്കെ, ജസ്റ്റ് ടോൺ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഈ ഒരു ടോൺ നോക്കണമെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി $6.043 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓൾ ടൈം ഹൈ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് 1 വീക്കിന് എടുക്കാം. ഓൾ ടൈം ഹൈ $7.2. ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്ത് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് $7.2 കാണിക്കുന്നത്. പിന്നെ ഡംപായി ഏകദേശം ഒരു 4.5 വരെ പോയി, പിന്നെയും ഇപ്പോൾ 6.6 എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ സ്പോട്ടിൽ കുറച്ച് എൻട്രി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5.9 നമ്മൾ എടുത്തിരിക്കുന്നത് എൻട്രി. കാരണം ഞാൻ ലോങ് ടേമിന് വേണ്ടിയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ടോണും ഏകദേശം ഒരു $30 to $40 ഞാൻ മിനിമം ഈ ഒരു 2025 മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കയറാനുള്ള നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന എല്ലാ മിമിഫൈ ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മുടെ BNB പോലെയും സോളിൻ്റെ പോലെ ടോൺ ചെയിനിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോണിൻ്റെ എക്കോസിസ്റ്റം നല്ല രീതിക്ക് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റും ഇതിലെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കാര്യം നമുക്ക് മെയിൻലി കുറേ ടോക്കൺസ് ഉണ്ട്. അപ്പോൾ ETC നിങ്ങൾക്ക് എടുക്കാം. കാരണം കയറുന്ന സമയത്ത് ETC എന്തായാലും കയറാൻ ചാൻസ് ഉണ്ട്. ഷിബ് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി. കാരണം ഈ ഒരു മാർക്കറ്റിൻ്റെ പമ്പിങ്ങിൽ ഷിബ് കുറച്ച് കയറി. പക്ഷേ ഈ ഒരു കയറ്റം വലിയൊരു കയറ്റം അല്ല, ഇനിയും ചിലപ്പോൾ കയറാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബട്ട് ഇപ്പോൾ എൻട്രി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിസ്ക് ആണ്. പിന്നെ നിങ്ങൾക്ക് ADയിൽ എൻട്രി എടുക്കാം. അത്യാവശ്യം $0.2 വരെ ഈ ഒരു മാർക്കറ്റ് ഡംപിൽ പോയതാണ്. പിന്നെ തിരിച്ച് നമുക്ക് ഒരു $1 വരെ തിരിച്ച് കയറി 1.1. ഇപ്പോൾ കറൻ്റ്ലി $1 അടുത്താണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ടോക്കൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോക്കണിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള കേസ് സംബന്ധിച്ച് ഈ ഒരു ഷോർട്ട് വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് പമ്പിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ കുറച്ച് നല്ല ടോക്കൺസ് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റിയ ഫ്യൂച്ചറിലോട്ടേക്ക് ബൈ ചെയ്യാൻ പറ്റിയ കുറച്ച് ടോക്കൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്രയുള്ള ഗുഡ് ബൈ.